വീക്കെൻഡ് എപ്പിസോഡ് ഷാനവാസ് തകർത്തെന്ന് പറയാം. കാരണം 2 ദിവസം മാറി നിന്നതിന്റെ ക്ഷീണം മൊത്തം ഒറ്റയടിക്ക് ഷാനവാസ് വന്ന് തീർത്തിട്ടുണ്ട്. ലാലേട്ടന്റെ മുന്നിൽ വെച്ചായിരുന്നല്ലോ ജയിൽ നോമിനേഷൻ നടന്നത്. അപ്പൊ ഷാനവാസിന്റെ ടേൺ ആയപ്പോൾ ഷാനവാസ് അക്ബറിനെയും നെവിനെയാണ് നോമിനേറ്റ് ചെയ്തത്. ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ നന്നായിട്ട് സംസാരിച്ചെന്ന് തന്നെ പറയാം. പോയിന്റ് ഔട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായിരുന്നു. അക്ബർ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, മിണ്ടരുത് നീ, ഞാൻ എന്റെ സ്പേസിൽ സംസാരിക്കുമ്പോൾ നീ മിണ്ടരുതെന്ന് പറയുന്നുണ്ട്. ഷാനവാസ് ഓരോ കാര്യങ്ങളും പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അക്ബറൊക്കെ പറഞ്ഞത് ശരിക്കും അടിസ്ഥാനരഹിതമാണ്. കാരണം 9 പേർക്ക് അവർക്ക് 3 പേർക്കും കൂടെ കൂടിയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അവര് പറയുന്ന റീസൺ ടാസ്ക് ഉണ്ടായിരുന്നു എന്നാണ്. അവിടെ 2ഉം 3ഉം പേരുള്ളപ്പോൾ ഈ 20-22 പേർക്കും ഒക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ഷാനവാസ് എടുത്തു പറയുന്നുമുണ്ട്. അന്നൊരു ദിവസം ഇവർ ലഞ്ച് കൊടുത്തത് 5 മണിക്കാണ്. അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഗ്യാസ് കയറി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അതിന്റെ റീസൺ അവർ പറയുന്നത് ടാസ്ക് ഉണ്ടായിരുന്നു, അവർക്ക് ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നായിരുന്നു. പക്ഷെ അന്നേ ദിവസം ബാക്ക് ടു ബാക്ക് ആയിട്ട് ടാസ്ക് ഒന്നും ഇല്ലായിരുന്നു. മോർണിംഗ് എപ്പോഴോ കഴിഞ്ഞ ടാസ്ക് പിന്നെ എപ്പോഴോ ആണ് നടക്കുന്നത്. അത് ഷാനവാസ് അന്ന് തന്നെ പറയുന്നുണ്ട്, രാവിലെ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് അടുത്ത ടാസ്ക് ഉണ്ടായിരുന്നത്, ഇവർക്ക് അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് ഉണ്ടാക്കാമായിരുന്നല്ലോ, പക്ഷെ അവർ മനഃപൂർവ്വം ഉണ്ടാക്കാതിരുന്നതല്ലേ എന്ന് അന്ന് ഷാനവാസ് അത് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞതുമാണ്. ബാക്കിയുള്ളവരവിടെ പട്ടിണി കിടന്ന് ടാസ്ക് ചെയ്തപ്പം ഇവർ 3 പേരും വയറ് നിറച്ച് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് ടാസ്കിൽ ഇൻവോൾവ് ആയത്. ശരിക്കും പറഞ്ഞാൽ നെവിനെ അക്ബറേയും ഷാനവാസ് ലാലേട്ടന്റെ മുമ്പിൽ ശരിക്കും എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു.